നമസ്കാരം. കുടിയന്മാർ ഇനി ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, അവരുടെ സുവർണകാലമാണ് ഇനി വരാൻ പോകുന്നത്. അതായത് കേരളത്തിൽ എല്ലാ മാസവും 1-ാം തീയതി ഡ്രൈ ഡേ ആയി ആചരിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. 1-ാം തീയതിയിൽ മദ്യശാലകൾ അടച്ചിടുന്നത് പിൻവലിച്ചാൽ അതിലൂടെ ഏകദേശം 12 ദിവസം അധികമായി പ്രവൃത്തി ദിവസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ആ 12 ദിവസങ്ങൾ ലഭ്യമാകുന്നു. ഇതിലൂടെ വരുമാനത്തിൽ ഒരു വലിയ വർധനവ് സാധ്യമാകുമെന്ന് ബിവറേജ് വിൽപ്പനശാലകൾ ലേലം ചെയ്യുക, മൈക്രോ വൈനറിയിട്ടുള്ള ആ വൈനറികൾ അവയെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ആ സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ എന്ന നിലയിലാണിപ്പോൾ ഇവ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 1-ാം തീയതി തുറക്കാൻ പോവുകയാണ്. മറ്റേ 1-ാം തീയതികളിലൊക്കെ ഡ്രൈ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ ഡ്രൈ ഡേ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ഇപ്പോൾ മാർച്ച് മാസത്തിൽ തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു യോഗം, വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വർഷത്തിൽ 12 ദിവസങ്ങൾ നഷ്ടമാകുന്നതിലൂടെ വരുമാനത്തിൽ നഷ്ടമുണ്ടാകുന്നത് മാത്രമല്ല, ഇത്തരമൊരു ആലോചനയിലേക്ക് കടക്കുവാനുള്ള പ്രേരണയായത് ഈ ടൂറിസം മേഖലയിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഈ ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ ആ ടൂറിസം മേഖലയിലും കുറച്ചുകൂടെ ഉയർച്ച ഉണ്ടാകാം, ഉണർവുണ്ടാകാം. കൂടാതെ ഇത് ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കാനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ടൂറിസം വകുപ്പ് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഈ നിർദ്ദേശത്തെക്കുറിച്ച് ഒരു കുറിപ്പ് സമർപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇതിനിപ്പോൾ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് നികുതി വരുമാനം കൂട്ടാൻ നിശ്ചിത എണ്ണം ചില്ലറ മദ്യവിൽപ്പനശാലകളുടെ നടത്തിപ്പ് എന്ന് പറയപ്പെടുന്നത്, ആ നടത്തിപ്പ് ലേലം ചെയ്യുവാനുള്ള സാധ്യത അതുകൂടി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇനി മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുവാനും ഇതിനോടൊപ്പം തന്നെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കുവാനുള്ള സാധ്യതകൾ അതിനെക്കുറിച്ച് പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ കൃഷി വകുപ്പ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിൽ വരുമാനം ആവശ്യമാണ്. വരുമാന വർധനയ്ക്കുള്ള ശുപാർശകളിൽ വീഞ്ഞു നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുവാനുള്ള പിന്തുണ നൽകണമെന്നാണ് അതിനുള്ള ഒരു നിർദ്ദേശമെന്ന് പറയപ്പെടുന്നത്. ഹോട്ടി വൈനിൻ്റെയും മറ്റു വൈനുകളുടെയും ഒക്കെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടി ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. കയറ്റുമതിക്കാട്ട് മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ, ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുനഃപരിശോധിക്കാനും ഇപ്പോൾ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ ഡ്രൈ ഡേ എന്ന് പറയപ്പെടുന്നത് മാറ്റി കേരളത്തിൽ എല്ലാ മാസവും 1-ാം തീയതിയും മദ്യവിൽപ്പന നടത്തുക, വിതരണം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി സർക്കാർ മുന്നോട്ട് പോകുവാൻ അങ്ങനെയുള്ള ആലോചനകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം കേരളത്തിൽ ലഭിക്കാവുന്ന സോഴ്സുകൾ എന്ന് പറയപ്പെടുന്നത് എപ്പോഴും മദ്യവിൽപ്പനയിലൂടെയാണ്. മദ്യവും ലോട്ടറിയും ഇല്ലെങ്കിൽ കേരളമില്ല എന്ന് പറയുന്നതുകൊണ്ട് മദ്യവും ലോട്ടറിയും ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യനെ പിഴിഞ്ഞ് ജീവിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കേരളം സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. ആ കേരള സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പോലും നിലനിൽക്കുന്നത് മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ മാസം ഒരു ദിവസം ഒഴിച്ചിടുന്നത് വർഷം 12 ദിവസത്തിലെ വരുമാനം എന്ന് പറയുന്നത് ഗണ്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. വലിയൊരു വരുമാനം അതിനകത്തൂടെ ലഭിക്കുമെന്നുള്ളത് കൊണ്ടും ടൂറിസം മേഖലയെ ഉണർത്തിയെടുക്കാമെന്നുള്ളത് കൊണ്ടും മൈക്രോ വൈനറി ബാറുകൾ ഉണ്ടാക്കുന്നതുകൊണ്ടും ഒപ്പം തന്നെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടക്കം പുതുതായി രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചില്ലറ വിൽപ്പനശാലകൾ കൂടി കൂടുതലാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഒരു താല്പര്യം, ഒരു നിർദ്ദേശമൊക്കെ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടിയന്മാർ ഇനി വളരെ സന്തോഷവാന്മാരായിരിക്കട്ടെ. അവർക്ക് വരാൻ പോകുന്നത് സുവർണകാലമാണ്. എന്നും മദ്യം കിട്ടുന്ന ഒരു കേരളമായി നമ്മുടെ കേരളം മാറാൻ പോകുന്നു. മറ്റേ എല്ലാ മാസത്തിലും 1-ാം തീയതി ആകുമ്പോൾ ഡ്രൈ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് പല കുടിയന്മാർക്കും സങ്കടമുണ്ടാക്കുന്ന, കണ്ണീരണിയിക്കുന്ന, വേദനയുളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, അവർക്കൊരു സുവർണകാലം വരുന്നു. കേരളത്തിൽ എല്ലാ നാളും ഇനി മദ്യം ലഭിക്കാൻ പോവുകയാണ്. ആ മദ്യം ലഭ്യത എന്ന് പറയപ്പെടുന്ന കേരളത്തിൻ്റെ വരുമാന സ്രോതസ്സ് കണ്ടുകൊണ്ടാണ് വരുമാനം ഉയർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോഴും ഞാൻ പറയട്ടെ, മദ്യ ഉപഭോഗം അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയപ്പെടുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ.